ചോദ്യമൊത്ത പ്രശ്നങ്ങളാണ്. പുതിയ പ്രശ്നം സംസ്ഥാനത്ത് ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നെന്നതാണ്. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി തന്നെ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു. +1 കണക്ക് പരീക്ഷയുടെയും 10ാം ക്ലാസ് ഇംഗ്ലീഷ് പരീക്ഷയുടെയും പേപ്പറുകളാണ് ചോർന്നത്. പരീക്ഷയുടെ തലേ ദിവസം MS സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ചോദ്യപേപ്പറുകൾ ചോർന്നത് അറിഞ്ഞ് അധ്യാപക സംഘടനകൾ തന്നെയാണ് പരാതിയുമായി ആദ്യം രംഗത്തെത്തിയത്. 15ാം തീയതി നടന്ന ഇംഗ്ലീഷ് പരീക്ഷയുടെ തലേ ദിവസം ഉറപ്പായും വരുന്ന ചോദ്യങ്ങൾ എന്ന പേരിൽ ചെയ്ത വീഡിയോയിലെ 40 മാർക്കിന്റെ ചോദ്യങ്ങൾ പിറ്റേ ദിവസം ആവർത്തിച്ചു. തൊട്ടടുത്ത ദിവസം നടന്ന സോഷ്യൽ സയൻസ് അടക്കമുള്ള പരീക്ഷകൾക്കും 40 മാർക്കിന്റെ ചോദ്യങ്ങളും ഈ വീഡിയോയിൽ നിന്നായിരുന്നു. പൊതുവിദ്യാഭ്യാസ മേഖലയോടുള്ള വെല്ലുവിളിയാണ് നടക്കുന്നതെന്നും ഗുരുതര പ്രശ്നമാണിതെന്നും കുറ്റവാളികളെ ഉടൻ തന്നെ കണ്ടെത്തുമെന്നും ചോദ്യപേപ്പർ ചോർന്ന സംഭവം സ്ഥിരീകരിച്ചു മന്ത്രി ശിവൻകുട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നവരും വിതരണം ചെയ്യുന്നവരും അറിയാതെ ഇത് പുറത്തു പോകില്ല. സ്വകാര്യ ട്യൂഷൻ സെന്ററിൽ ജോലി ചെയ്യുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ അധ്യാപകരുടെ വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണം നടത്തുമെന്നും തിങ്കളാഴ്ച വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ ഭാവി ഉൾപ്പെടുന്ന ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകുന്ന അനാസ്ഥ അത്ര ചെറുതായി കാണാനാകില്ലല്ലോ. അന്വേഷണം നടക്കട്ടെ, കുറ്റവാളികളെ കണ്ടെത്തട്ടെ, വേണ്ട നടപടികളും സ്വീകരിക്കട്ടെ. എന്തും നടക്കുമെന്ന അവസ്ഥയിലേക്ക് നാട് പോകുക എന്നത് അത്ര നല്ല പ്രവണതയല്ല.